രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് മുന്നോടിയായുള്ള പ്രതീക്ഷകൾ പങ്കുവച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സമാനതകളില്ലാത്ത ധനപ്രതിസന്ധികൾക്കിടയിലാണ് ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കുക എന്നതാണ് വെല്ലുവിളിയെന്നും കെ.എൻ. ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റാണ്, അഞ്ചാമത്തെ ബഡ്ജറ്റാണ് നാളെ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഇപ്പോൾ മന്ത്രിയാണ്. സർ, എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റ്, അഞ്ചാമത്തെ ബഡ്ജറ്റാണ്, എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? ഈ ബഡ്ജറ്റ് സർക്കാർ ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയാണ്, ഭാവിയിലേക്കുള്ള ഒരു വാതിലുമാണ്. ഇത് രണ്ടും ചേർത്താണ് കാണുന്നത്. കാരണം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം, കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് ഭാവി പോകണം. ഇതിനനുസരിച്ചാണ്. ജനക്ഷേമ ബഡ്ജറ്റ് ആയിരിക്കുമോ ഇത്തവണത്തേത്? തീർച്ചയായിട്ടും ജനക്ഷേമ ബഡ്ജറ്റാണ്. എല്ലാ ബഡ്ജറ്റുകളും പരമാവധി ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. എന്തെങ്കിലും പുതിയതായിട്ട് ഇലക്ഷൻ വരാൻ പോവുകയാണ്, അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇലക്ഷന്റെ സമയത്ത് കൂടുതൽ വാഗ്ദാനങ്ങൾ തരുന്നു എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷം ഉന്നയിക്കാൻ തോന്നില്ലേ? ഈ പറ്റാത്ത വാഗ്ദാനങ്ങളൊന്നും കൊടുക്കില്ല, ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം രണ്ടാമത്തെ സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം വന്നോ ചെയ്തല്ലോ. അപ്പോൾ ചെയ്യേണ്ടതാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എന്തായാലും പുതിയ ഗവൺമെൻറ്റാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ കേരളത്തിലെ പാറ്റേണിൽ മാറ്റമുണ്ട്. നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുകയും കേരളത്തിന് ഭാവി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, കേരളത്തിൻ്റെ മാറ്റത്തിന് ശ്രമിക്കുന്നതിന് നല്ല പിന്തുണ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പറയുന്നതാണ് എപ്പോഴും പ്രായോഗികം. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇടതുപക്ഷം പറയുന്നതും. ശമ്പള കുടിശ്ശിക, അതുപോലെ DA കുടിശ്ശിക, ഇതെല്ലാം നീക്കം ചെയ്യാനുള്ളൊരു ശമ്പള കുടിശ്ശികയില്ല, DAയുടെ കുറച്ച് കുടിശ്ശികയുണ്ട്. ആകെയുള്ള കുടിശ്ശിക DAയുടെ മാത്രമാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് ഈ ബഡ്ജറ്റിലല്ലാതെ പറയേണ്ട കാര്യങ്ങൾ. എന്തായാലും അതൊക്കെ ജീവനക്കാരുടെ അവകാശമാണെന്നുള്ള സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത്. വിഴിഞ്ഞത്തിന് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു സ്ഥാനം ഉണ്ടായിരിക്കുമെന്നൊരു പ്രതീക്ഷ. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് തന്നെയായിരിക്കും ഈ ബഡ്ജറ്റും. 2024 കേന്ദ്രത്തിൽ നിന്നൊരു കത്ത് വന്നിരുന്നു. ഇവിടെ ഷിപ്പിംഗ് നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട്, കപ്പൽ നിർമ്മാണശാല വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കത്ത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ആ കത്തിന് എന്തെങ്കിലും ഒരു മറുപടി, 2024 എന്തെങ്കിലും ഒരു മറുപടി? ആ കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ധനകാര്യമന്ത്രി വിളിച്ച് ചർച്ചയിൽ പോയപ്പോഴും ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ആ ഷിപ്പ് ബിൽഡിംഗ് കൊണ്ട് തന്നെയാണ്, പല കാര്യങ്ങളുടെ കൂട്ടുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തിനുള്ള ഒരു നടപടി എന്തെങ്കിലും ആയിട്ടുണ്ടോ? സ്ഥലത്തിന് അത്രയും പ്രശ്നം, അത്രയും വലിയ സ്ഥലം വേണ്ട. പക്ഷെ അവിടെ നിന്നുള്ള വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. എന്നാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് തന്നെ ആയിരിക്കും ഇതെന്നുള്ള ഒരു പ്രതീക്ഷ, അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും അവസാന ബഡ്ജറ്റാണ് ഈ പിണറായി സർക്കാരിന്റെ. അതിന് എല്ലാവിധ ആശംസകളുമാണ് നമുക്കിപ്പോൾ മന്ത്രിക്ക് കൊടുക്കാൻ കഴിയുന്നത്.